PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അതായത് 30/12/2024 PSC നടത്തിയിട്ടുള്ള 521/2023 കാറ്റഗറി കോഡുള്ള അസിസ്റ്റൻറ്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ കേരള വാട്ടർ അതോറിറ്റിക്കുള്ള പരീക്ഷയുടെ PSC തന്നെ തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് മനസ്സിലാക്കുക. ഓക്കെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇഫ് പി ക്യു ആർ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് എ ദെൻ ആർ ക്രോസ് പി റേസ് ടു സി യൂണിയൻ ക്യു റേസ് ടു സി ഈക്വൽസ്. അത് എ ആണ്, ആർ ക്രോസ് പി ഇൻ്റർസെക്ഷൻ ആർ ക്രോസ് ക്യു, എ ആണ് ഉത്തരം. ഇനി 2, ഇഫ് എ ബി ആൻഡ് സി ആർ നോൺ എംപ്റ്റി സെറ്റ്സ് ദെൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഈക്വൽസ്. ബി ആണ് ഉത്തരം, എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി 3, ലെറ്റ് ആർ ബി ദ റിലേഷൻ ഓൺ ദ സെറ്റ് ആർ ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ബൈ എ ആർ ബി ഇഫ് എ മൈനസ് ബി ലെസ് ദാൻ ഈക്വൽ ടു 1 ദെൻ ആർ ഈസ് സി ആണ്, ബോത്ത് 1 and 2 ആർ ട്രൂ. അതായത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ് എന്നുള്ളത്. ഇനി 4, let n denote the set of natural numbers and R be the relation of n cross n defined by AB R of CD. If AD of B plus C equals BC into A plus D, then R is D ആണ്, an equivalence relation. 5, for all natural numbers n, the expression 4 raised to n plus 15n minus 1 is divisible by 3 ആണ്, divisible by 9 ആണ്. അതായത് C ആണ്, both 1 and 2 are true എന്നുള്ളത്. ഇനി 6ാമത്തെ ഒരു എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ ആൻസർ പി ഓഫ് എക്സ് ലെസ് ദാൻ 3 ഈസ് ബി ആണ്, 3/10. ഇനി 7ാമത്തെ പ്രോബ്ലത്തിന് ആ പ്രോബബിലിറ്റി ഡി ആണ്, 5/9. ഇനി 8ാമത്തെ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ഈസ് ബി ആണ്, 31/32. ഇനി 9ാമത്തെ പ്രോബ്ലത്തിൻ്റെ പ്രോബബിലിറ്റി അത് എ ആണ്, 5/40. ഇനി 10ാമത്തെ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോൾ ഡ്രോൺ ടു ബി റെഡ് ഈസ് അത് 19/42, ഡി ആണ്. 11, സിഗ്മ വൈ ഈക്വൽസ് എ ആണ്, 5. ഇനി 12ാമത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസർ പ്രോബ്ലം അല്ല, 12ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് വരുന്നത്, COV of xy by sigma square x. ഇനി 13, സിംപ്ലിഫൈ ദ ബൂളിയൻ എക്സ്പ്രഷൻ എ ബി പ്ലസ് എ ഓഫ് ബി പ്ലസ് സി ഡാഷ് പ്ലസ് ബി ഓഫ് ബി പ്ലസ് സി ഡാഷ് ഈക്വൽസ് എ ബി ഡാഷ് ബി ആണ്. ഇനി 14ാമത്തെ ദ SOP expression for a logic function is given by sigma 0, 1, 2, 3, 4, 5, 6. The simplification of this function using Karnaugh maps will give the following result. A ആണ്, a dash plus b dash plus c dash. ഇനി 15ാമത്തെ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ ഫുൾ ആഡർ സർക്യൂട്ട്. അത് എയും ബിയും ആണ്, രണ്ടും ഇതാണ്, അപ്പോൾ സി ആണ് ഉത്തരം. ഇനി 16, ഐഡൻറ്റിഫൈ ദ അഡ്രസ്സിംഗ് മോഡ് യൂസ്ഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ MOV ഓഫ് 5000 CX. ഡി ആണ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. 17, ദ സൈസ് ഓഫ് ദ അഡ്രസ് ബസ് ആൻഡ് ഡാറ്റ ബസ് ഓഫ് ദ 8086 മൈക്രോ പ്രോസസ്സർ റെസ്പെക്റ്റീവ്ലി 20 and 16, ബി ആണ്. ഇനി 18, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ തന്നിരിക്കുന്നത് സി ആണ്, ആൻഡ് എക്സിക്യൂട്ട് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 1 or more മൈക്രോ ഓപ്പറേഷൻസ് എന്നുള്ളത്. 19, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ക്യാൻ റിസൾട്ട് ഇൻ ക്യാഷ് കോഹറൻസ് ഇഷ്യൂസ്. സി ആണ്, മൾട്ടിപ്പിൾ പ്രോസസ്സസ് വിത്ത് പ്രൈവറ്റ് ക്യാഷസ്. 20, when a large block of data is to be transferred between an IO device and the main memory, which of the following techniques is fastest? A ആണ്, direct memory access. ഇനി 21, address bus of a processor is 32 bits wide. The maximum size of the main memory supported by this processor is D ആണ്, 4 GB. 22, which among the following is not a feature of real-time schedulers? D ആണ്, non preemptive execution എന്നുള്ളത്. ഇനി 23, ഇവിടെ തന്നിരിക്കുന്നത് ഏത് വേരിയബിളാണ് ആ രണ്ട് ഇതുമായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ളത്. അത് എ ആണ്, മൈ ഏജ് എന്നുള്ളത്. ഇനി 24, a user does not have executable permission for a given file. Which of the following commands can be used to update the permission? B ആണ്, chmod എന്നുള്ളത്. 25, which of the following is not a function of a bootloader? ബി ആണ് വെർച്വൽ മെമ്മറി മാനേജ്മെൻറ്റ് എന്നുള്ളത്.
ഇനി 26 വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് വെൻ ദ ഫോളോയിങ് ഷെൽ സ്ക്രിപ്റ്റ് named test is executed as test 25, 26, 27 എന്നുള്ളത്. ഡി ആണ് യുവർ നെയിം ഈസ് 25 ആൻഡ് യുവർ മാർക്ക് ഈസ് 26 എന്നാണ്. ഡി ആണ് ഉത്തരം. ഇനി 27 വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ഡിഫൈൻ ദ കോംപ്ലക്സിറ്റീസ് ഫോർ ബെസ്റ്റ് പോസിബിൾ ഇൻപുട്ട്. ബി ആണ് ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി. 28 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് എ ഡി ടി. അത് ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നുമില്ല, അപ്പോൾ ഡി ആണ് നൺ ഓഫ് ദ എബോവ്. 29 ദ അറേ വിച്ച് കണ്ടെയ്ൻസ് മെജോറിറ്റി ഓഫ് നോൺ സീറോ എലിമെൻറ്റ്സ് ഈസ്. ബി ആണ് സ്പേഴ്സ് അറേ. 30 ഫോർ ദ ഫോളോയിങ് കോഡ് ഹൗ മച്ച് മെമ്മറി ഈസ് അലോക്കേറ്റഡ്. സ്ട്രക്ട് എക്സാമ്പിൾ. ഇതിൽ സി ആണ് ഇറ്റ് കണ്ടെയ്ൻസ് ദ ഒബ്ജക്ട്സ് ഓഫ് അനദർ ക്ലാസ് ആസ് ഡാറ്റ മെമ്പേഴ്സ്. 30ാമത്തേന് ബി ആണ് 7 ബൈറ്റ്സ് എന്നുള്ളത്. 31ാമത്തേന് എ ക്ലാസ് ഈസ് കോൾഡ് എ കണ്ടെയ്നർ ക്ലാസ് ഇഫ്. സി ആണ് ഇറ്റ് കണ്ടെയ്ൻസ് ദ ഒബ്ജക്ട്സ് ഓഫ് അനദർ ക്ലാസ് ആസ് ഡാറ്റ മെമ്പേഴ്സ് എന്നുള്ളത്. ഇനി 32 ഇൻറ്റ് എ 2 4 then a of 1 2 is equivalent to b ആണ് അതിൻ്റെ ആൻസർ. ഇനി 33 വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എ പോളിഷ് നൊട്ടേഷൻ. സി ആണ് പ്രിഫിക്സ്. 34 ആൻ എലിമെൻറ്റ് ഓഫ് എ സ്റ്റാക്ക് ഈസ് റെഡ് ഇൻ 0 of 1 ടൈം ഓൺലി ഇഫ് എ ആണ് സ്റ്റാക്ക് ഈസ് സീക്വൻഷ്യലി ഇംപ്ലിമെൻറ്റഡ് എന്നുള്ളത്. 35 ദ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഡാറ്റ സ്ട്രക്ചർ ഫോർ എ ആണ് ബൈനറി സെർച്ച്. 36 ഇഫ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ഓഫ് സം ട്രീ പ്രൊഡ്യൂസ് ദ സീക്വൻസ് പി എൻ എം വൈ എക്സ് സെഡ് എക്സ് ദെൻ വിച്ച് എലിമെൻറ്റ് വിൽ ബി ദ റൂട്ട് നോഡ് ഓഫ് ദ ട്രീ. സി ആണ് എക്സ്. 37 ദ വെർട്ടെക്സ് വിത്ത് ഡിഗ്രി 1 ഈസ് കോൾഡ്. ബി ആണ് പെൻഡൻറ്റ് വെർട്ടെക്സ്. 38 കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ഇവിടെ തന്നിരിക്കുന്ന മൂന്നും കറക്റ്റാണ്. അപ്പോൾ സി ഡി ആണ് ഓൾ ഓഫ് ദ എബോവ് എന്നുള്ളത്. ഇനി 39 ദ ഫീച്ചർ വിച്ച് ഇൻഡിക്കേറ്റ്സ് കോഡ് റീയൂസബിലിറ്റി ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഈസ്. ബി ആണ് ഇൻഹെറിറ്റൻസ്. 40 റാപ്പർ ക്ലാസ് ഇൻ ജാവ ഈസ് എ യൂസ് ടു എൻക്യാപ്സുലേറ്റ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. 41 വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ വാലിഡ് ബേസ് ഫോർ ഡൈനമിക് മെമ്മറി അലോക്കേഷൻ ഫോർ ആൻ ഇൻറ്റിജർ ബൈ ഇൻ C++. അത് ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ഉണ്ട്, അപ്പോൾ ഡി ആണ് ഓൾ ഓഫ് ദ എബോവ്. 42 ഇൻ ഓർഡർ ടു അസൈൻ എ വാല്യൂ ഓഫ് 66 ടു ദ വേരിയബിൾ ഇയർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ആൻ ആപ്ലെറ്റ് ടാഗ്. സി ആണ് അതിൻ്റെ ആൻസർ. 43 വിച്ച് ഓഫ് ദ മെത്തേഡ്സ് ആർ ഇൻവോക്ക് വെൻ ആൻ ആപ്ലെറ്റ് ബിഗിൻസ്. അത് സി തന്നെയാണ്. ഇനിറ്റ് പിന്നെ സ്റ്റാർട്ട് പെയിൻറ് എന്നുള്ളത്. ഇനി 44 ക്യാൻ ദ മെത്തേഡ് മെയിൻ ബി ഓവർലോഡഡ് ഇൻ ജാവ. ബി ആണ് എസ് ദ മെയിൻ സ്ക്വയർ ബ്രാക്കറ്റ് മെത്തേഡ് ക്യാൻ ബി ഓവർലോഡഡ്. 45 വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ലെജിറ്റിമേറ്റ് ത്രെഡ് സ്റ്റേറ്റ്സ് ഇൻ ജാവ. ബി ആണ് എക്സിക്യൂട്ടീവ്. 46 ട്രൂ ആയിട്ടുള്ള പോളിമോർഫിസത്തിനെ കുറിച്ച് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. എ ആണ് ആൻ ഓവർറിഡൻ മെത്തേഡ് ക്യാൻ ബി മോർ റെസ്ട്രിക്റ്റീവ് ദാൻ ദ സൂപ്പർ ക്ലാസ് മെത്തേഡ് എന്നുള്ളത്. ഇനി 47ാമത്തെ വിച്ച് ക്ലാസ് കൺസ്ട്രക്ടർ വിൽ ബി കോൾഡ് ഫസ്റ്റ് എന്നുള്ളതിന് എ ആണ് എ എന്നുള്ളത് തന്നെ. 48 വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ് ടു ക്രിയേറ്റ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ് ഇൻ ദ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ബി ആണ് ബൈ യൂസിങ് ദ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ഇൻ ദ ക്ലാസ് എന്നുള്ളത്. ഇനി 49 ദ കൺസെപ്റ്റ് ഈസ് ലേറ്റ് ബൈൻഡിങ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ്. ഡി ആണ് വെർച്വൽ ഫങ്ഷൻസ്. ഇനി 50 വാട്ട് ഡസ് ദ STD എക്സെപ്ഷൻ ക്ലാസ് റെപ്രസെൻറ്റ് ഇൻ C++. ബി ആണ് ദ ബേസ് ക്ലാസ് ഫോർ ഓൾ സ്റ്റാൻഡേർഡ് എക്സെപ്ഷൻ ക്ലാസ്സസ്. ഇനി 51ാമത്തെ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 2, 3, 4 ആണ് കറക്റ്റായിട്ടുള്ളത് ഇവിടെ തന്നിരിക്കുന്നതിൽ, അതായത് ഡി ആണ് ഉത്തരം. ഇനി 52 ലെറ്റ് T1, T2, T3 ആൻഡ് T4 ആർ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഡിറ്റർമിൻ വെദർ ദ ഫോളോയിങ് ഷെഡ്യൂൾ ഈസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. അപ്പോൾ ഇതിൽ ആൻസർ സി ആണ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഷെഡ്യൂൾ T2, T1, T4, T3. ഇനി 53 ആൻസർ എ ആണ് ഡിപ്പെൻഡൻസി പ്രിസർവിങ് ബട്ട് നോട്ട് ലോസ്ലെസ് ഇൻ ജോയിൻ. ഇനി 54ാമത്തെ ഐഡൻറ്റിഫൈ ദ FDs ഇൻ ദ ക്ലോഷർ. അത് തന്നിരിക്കുന്നത് സി ആണ് എ ടു ബി, ബി ടു സി, ബി ടു എ, സി ടു ബി, സി ടു എ ടു സി എന്നുള്ളത്. ഇനി 55 കൺസിഡർ ദ ഫോളോയിങ് റിലേഷൻസ് ആൻഡ് കറസ്പോണ്ടിങ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. ഐഡൻറ്റിഫൈ ദ ഹയസ്റ്റ് നോർമൽ ഫോം ഓഫ് ദ റിലേഷൻസ്. ഇവിടെ ഇത് തന്നിട്ടുണ്ട് R1, R2 എന്നുള്ളത്. അതിൽ R1 ഈസ് ഇൻ 2NF ആൻഡ് R2 ഈസ് ഇൻ 3NF എന്നുള്ളതാണ്. ഡി ആണ് ഉത്തരം. ഇനി 56ാമത്തെ ഒരു റിലേഷൻ ഇൻസ്റ്റൻസ് T1 പിക്ക് ദ ഔട്ട്പുട്ട് ജനറേറ്റഡ് ബൈ ദ ഫോളോയിങ് SQL സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് 5, 4, 60 എ ആണ് അതിൻ്റെ ഉത്തരം. ഇനി 57 ഇവിടെ തന്നേക്കണ ഇതിൻ്റെ ആൻസർ സി ആണ്. ഫോർ ഈച്ച് കോഴ്സ് ദ നമ്പർ ഓഫ് ഗേൾ സ്റ്റുഡൻസ് ഹൂസ്
GPA is higher than average GPA of all students in the department എന്നുള്ളത്. ഇനി 58 ഐഡൻറ്റിഫൈ ദ ടപ്പിൾ നോട്ട് ബിലോങ്ങിങ് ടു R of ABCD ഫോം ബൈ ഫുൾ ഔട്ടർ ജോയിൻ ഓഫ് R1 ആൻഡ് R2. എൻ്റെ ആൻസർ A ആണ്. 2, 3, 5 പിന്നെ നൾ. ഇനി 59 ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 59 C ആണ്. The query language relational algebra is non-procedural whereas relational calculus is procedural. C ആണ് ഉത്തരം. ഇനി 60 എയും ബിയും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എക്ക് 5, ബിക്ക് 3, സിക്ക് 1, ഡിക്ക് 6. അപ്പോൾ ബി ആണ് ഉത്തരം. ഇനി 61 ഒരു റിലേഷൻ R of ABCDE ആൻഡ് ദ ഫോളോയിങ് ഇൻസ്റ്റൻസസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. അത് ബി ആണ്. FDBC to D is violated but MVDBC to D is not violated. ബി ആണ് ഉത്തരം. ഇനി 62 ട്രൂ സ്റ്റേറ്റ്മെൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ 1, 2, 4 കറക്റ്റാണ്. അതായത് ഡി ആണ് ഉത്തരം. ഇനി 63 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പൺ സോഴ്സ് വെബ് സെർവർ. അത് സി ആണ്. IIS വെബ് സെർവർ എന്നുള്ളത്. 64 വിച്ച് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഈസ് യൂസ് ടു ക്രിയേറ്റ് ഡൈനമിക് വെബ് പേജസ്. ഡി ആണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇനി 65 what is the correct syntax to make each word of a sentence to start with a capital letter in CSS. ബി ആണ് ടെക്സ്റ്റ് ട്രാൻസ്ഫോം ക്യാപിറ്റലൈസ് എന്നുള്ളത്. ബി ആണ് ഉത്തരം. ഇനി 66 വിച്ച് ഇസ് ദ ടാഗ് ടു ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് വിത്ത് ബുള്ളറ്റ്സ് ഇൻ HTML. അത് എ ആണ്. UL എന്നുള്ളത്. ഇനി 67 ബി ആണ് എലിമെൻറ്റ് ആൻഡ് ആട്രിബ്യൂട്ട് നെയിംസ് ആർ കേസ് സെൻസിറ്റീവ് എന്നുള്ളത്. 68 വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ് ടു റിഫ്രഷ് എ വെബ് പേജ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. അത് എ ആണ് ലൊക്കേഷൻ ഡോട്ട് റീലോഡ് എന്നുള്ളത്. 69 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് വെബ് സെർവർ കൺട്രോൾ ഇൻ ASP.NET എന്നുള്ളത് ടൈം ഔട്ട് സി ആണ്. ഇനി 70 വിഷ്വൽ ബേസിക്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൻഡോ ഡിസ്പ്ലേസ് ദ ലിസ്റ്റ് ഓഫ് പ്രൊജക്ട്സ് കണ്ടെയ്നിങ് ഇൻ ദ കറൻറ്റ് സൊല്യൂഷൻ. അത് എ ആണ് സൊല്യൂഷൻ എക്സ്പ്ലോറർ വിൻഡോ എന്നുള്ളത്. ഇനി 71 പ്രിലിൻറ്റ് എന്നുള്ളതാണ്. ബി ആണ് ഉത്തരം. ഇനി 72 ഇൻ XML DTD സ്റ്റാൻഡ്സ് ഫോർ. സി ആണ് ഡോക്യുമെൻറ്റ് ടൈപ്പ് ഡെഫിനിഷൻ. ഇനി 73 ആൻസർ വിത്ത് കോൾ ബാക്ക് ഫങ്ഷൻ. ഡി ആണ്. 74 നോട്ട് ട്രൂ ആയിട്ടുള്ളത് സി ആണ് ഉത്തരം. ഇനി 75 അറ്റ് വിച്ച് ലെയർ ഓഫ് ദ OSI മോഡൽ ഡസ് IP അഡ്രസ്സിംഗ് ഓപ്പറേറ്റ്. അത് സി ആണ് നെറ്റ്വർക്ക് ലെയർ. ഇനി 76 HTTP ആണ് എൻ്റെ ആൻസർ. 77 802.11 എ ആണ് ഉത്തരം. ഇനി 78 വിച്ച് പ്രോട്ടോകോൾ ഈസ് കോമൺലി യൂസ്ഡ് alongside IP to provide error reporting and diagnostic messages. അത് ഡി ആണ് ICMP എന്നുള്ളത്. ഇനി 79 പ്രൈമറി പർപ്പസ് ഓഫ് UDP ട്രാൻസ്പോർട്ട് ലെയറിലുള്ളത് ബി ആണ് ഫാസ്റ്റ് കണക്ഷൻലെസ് ഡാറ്റ ട്രാൻസ്ഫർ വിത്തൗട്ട് റിലയബിലിറ്റി ഗ്യാരണ്ടീസ്. ഇനി 80 128 ബിറ്റ്സ് എ ആണ്. 81 ഡി ആണ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് XSS എന്നുള്ളത്. 82 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാലിഡ് IPv4 അഡ്രസ്. എ ആണ് 192.168.1.100 എന്നുള്ളത്. ഇനി 83 ഫൈബർ ഓപ്റ്റിക് കേബിൾ ആണ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് ടു റെഡ്യൂസ് സിഗ്നൽ ഡീഗ്രഡേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഫൈബർ ഓപ്റ്റിക് കേബിൾ സി ആണ് ഉത്തരം. ഇനി 84 കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യണത് ബാക്ക് ഓഫ് ആൽഗരിതം ഇൻ മീഡിയം ആക്സസ് കൺട്രോൾ. അത് സി ആണ്. ഇറ്റ് അലൗസ് സ്റ്റേഷൻസ് ടു റീട്രാൻസ്മിറ്റ് ആഫ്റ്റർ എ റാൻഡം ഡിലേ ഫോളോയിങ് എ കൊളിഷൻ. ഇനി 85 എ ആണ് എ സിമെട്രിക് കീ ഡിറൈവ്ഡ് ഫ്രം ദ ക്ലയൻറ്റ്സ് പാസ്വേഡ്. ഇനി 86 വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ബൈൻഡ് ഫംഗ്ഷൻ ഇൻ സോക്കറ്റ് പ്രോഗ്രാം എന്നുള്ളത് ബി ആണ് ടു അസോസിയേറ്റ് എ സോക്കറ്റ് വിത്ത് എ ലോക്കൽ അഡ്രസ് ആൻഡ് പോർട്ട്. ഇനി 87 സി ആണ് റിമോട്ട് എക്സെപ്ഷൻ എന്നുള്ളതാണ് ആൻസർ. 88 ബി ആണ് ഡിസ്കവറിങ് ആൻഡ് രജിസ്റ്ററിങ് വെബ് സർവീസസ് ഇൻ എ ഡയറക്ടറി എന്നുള്ളത്. 89 ബി ആണ് സ്പൈറൽ മോഡൽ. 90 എ ആണ് ഡാറ്റ ഫ്ലോ ഡയഗ്രാം. 91 സി ആണ് ISO 9001. 92 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് എ ആണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്നുള്ളത്. 93 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊഹീഷൻ സി ആണ്. 94 ഡി ആണ് ദ നമ്പർ ഓഫ് കണ്ടീഷൻസ് എന്നുള്ളത്. 95 ബി ആണ് ബീറ്റ ടെസ്റ്റിംഗ്. 96 സി ആണ് ഫങ്ഷൻ പോയിന്റ്. 97 സി ആണ് വെരിഫയബിൾ എന്നുള്ളത്. 98